ആലപ്പുഴ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് അമ്പലപ്പുഴയിലെ പോരാട്ടം എന്നുള്ളത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, അങ്ങനെ കൊടുങ്കാറ്റ് അവസാനിക്കുന്നില്ല. ജി സുധാകരൻ ഉയർത്തിയ കൊടുങ്കാറ്റ് അത് പല തലത്തിലിങ്ങനെ സ്പർശിക്കുന്നു. 9 ഇടങ്ങളാണുള്ളത്. അസംബ്ലി മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് അരൂർ മുതൽ ചെങ്ങന്നൂർ വരെയൊക്കെയുള്ള മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ടത്? ജി സുധാകരൻ്റെ അമ്പലപ്പുഴയടക്കമുള്ള അവിടെ സുധാകരനെ എങ്ങനെ പ്രതിരോധിക്കാൻ എന്നാണ്. ഇന്ന് 2 പ്രധാനപ്പെട്ട ബൈറ്റുകളാണ് മാതൃഭൂമി ന്യൂസിന് ലഭ്യമായത്. അവിടെ നിന്നും ഒന്ന് ജി സുധാകരൻ്റെ തന്നെ പ്രതികരണം, നമുക്ക് മാത്രമായിട്ട് നൽകിയ പ്രതികരണം, പിന്നീട് എച്ച് സലാമിൻ്റെ പ്രതികരണം തൊട്ടു പിന്നാലെ വരികയും ചെയ്തു. എന്താണ് പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയുടെ ചിത്രം? പ്രജീഷ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ ഏറ്റവും വലിയ വിസ്മയം തന്നെയാണ് ജി സുധാകരൻ. അതുപോലെ തന്നെ LDF-നും പ്രത്യേകിച്ച് CPM-നും കിട്ടിയ ഏറ്റവും വലിയ ആഘാതവുമാണ് ജി സുധാകരൻ. കാരണം ജി സുധാകരൻ പാർട്ടി വിട്ടുപോയത് ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ മാത്രമല്ല, അതിൻ്റെ ഓളം സംസ്ഥാനത്ത് മുഴുവൻ ഉണ്ടാകും. ഞാൻ പറയുന്നത് സുധാകരൻ വലിയൊരു മാസ് ലീഡറാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കാലങ്ങളായി CPM-ൻ്റെ നാവും ബുദ്ധിയുമായിരുന്ന ജി സുധാകരൻ പാർട്ടി വിട്ടുപോകുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിലും അത് പാർട്ടി അണികളിലെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാനുള്ളൊരു കാരണമാകും സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അമ്പലപ്പുഴയിലാണെന്ന് പറയാം. വർഗവഞ്ചകനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും CPM-ൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വളരെ ദീർഘകാലം എന്തിനും ഏതിനും ഒന്നിച്ചുണ്ടായിരുന്ന 2 പേർ തമ്മിലാണ് അമ്പലപ്പുഴയിലെ പോരാട്ടം. ഒന്ന് ജി സുധാകരനും 2 CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിലവിൽ അവിടുത്തെ MLA-യുമായ എച്ച് സലാം. ഒപ്പം തന്നെ UDF ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് മണ്ഡലം, അവിടെ CPI-ക്കാണ് സീറ്റ്. ഒപ്പം തന്നെ BJP ജില്ലാ പ്രസിഡന്റായ സന്ദീപ് വാചസ്പതി രമേശ് ചെന്നിത്തലയെ നേരിടുന്നു. മറ്റു 2 മന്ത്രിമാർ കൂടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഒന്ന് ചെങ്ങന്നൂരിൽ സജി ചെറിയാനും 2 ചേർത്തലയിൽ P പ്രസാദും. ചെങ്ങന്നൂരിൽ ഒരു വേണമെങ്കിൽ നമുക്ക് ത്രികോണ മത്സരമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം പതിറ്റാണ്ടുകൾക്ക് മുൻപേ BJP-ക്കും RSS-നും അടിസ്ഥാന വോട്ടുകളുള്ള സ്ഥലമാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പാണ്ടനാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ. അതുകൊണ്ട് BJP പിടിക്കുന്ന വോട്ടുകൾ അവിടെ നിർണായകമാണ്. ഇപ്പോൾ തന്നെ പരസ്പരം UDF-ഉം LDF-ഉം BJP-യുമായി ഡീലാണ് 2 പേരുമെന്ന് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ചേർത്തലയിൽ P പ്രസാദ് 2ാം തവണയാണ് മത്സരിക്കാനിറങ്ങുന്നത്. ജി സുധാകരൻ്റെ ശത്രുപക്ഷത്തുള്ള ആളാണ് P പ്രസാദ്. അമ്പലപ്പുഴയിലല്ലാതെ മറ്റെവിടെയെങ്കിലും പ്രചരണത്തിന് പോയാൽ അത് ചേർത്തലയിലായിരിക്കുമെന്നാണ് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജി സുധാകരനോട് അത്ര ഇങ്ങനെ ഒരു ശത്രുതയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുകയാണ് ചെയ്തതെന്ന് അല്പസമയം മുമ്പ് മാതൃഭൂമിയുടെ നമ്മുടെ ഇലക്ഷൻ ബസ്സിൽ P പ്രസാദ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അരൂരാണ് 2 വനിതകൾ, അരൂരിൻ്റെ മുൻ MLA-യും സിറ്റിംഗ് MLA-യും അവിടെ മാറ്റുരയ്ക്കുന്നു. ഒന്ന് ദലീമ ജോജയും ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനും. കായംകുളത്ത് കോൺഗ്രസിൻ്റെ ചാനൽ മുഖമായ M ലുജുവും 3ാം ഹാട്രിക് വിജയത്തിനിറങ്ങുന്ന പ്രതിഭ ഹരിയും തമ്മിലാണ് പോരാട്ടം. മാവേലിക്കരയും അതുപോലെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ കുറച്ചധികം നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി ആലപ്പുഴയിൽ ജില്ലയിൽ നിന്ന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ UDF-ന്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല മാത്രമാണ് ജയിച്ചു കയറുന്നത്. അതുകൊണ്ട് UDF-ന് അധികാരത്തിൽ വരിക എന്നുണ്ടെങ്കിൽ തന്നെ ആലപ്പുഴയിൽ നിന്ന് 1-ലധികം സീറ്റുകൾ നേടേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നുള്ളതാണ് UDF-ൻ്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ കുട്ടനാട്ടിലെ കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. കുട്ടനാട് ഏറെക്കുറെ UDF ഉറപ്പിച്ച മണ്ഡലമായിരുന്നു കുട്ടനാട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ കുത്തകയായ കോട്ടയായ കൈനഗിരി പഞ്ചായത്തിലടക്കം ഭരണം പിടിക്കാൻ വേണ്ടി UDF-ന് കഴിഞ്ഞു. അപ്പോഴാണ് DCC വൈസ് പ്രസിഡന്റായ സജി ജോസഫ് അവിടെ വിമതനായി മത്സരിക്കുന്നത്. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പിടിക്കുന്ന വോട്ട് LDF-ന് ഗുണകരമാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആലപ്പുഴ പൊതുവെ ഒരു ചുവപ്പ് കോട്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി 8 നിയമസഭാ സീറ്റുകളിലും LDF ആണ് ജയിക്കുന്നത്. പക്ഷേ രഘുനാഥാണ് വിവരങ്ങൾ നൽകിയത്.